നൽകിയ ഒരു ചെറിയൊരു മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 38-ാം സങ്കീർത്തനം അതിന്റെ 9ാമത് വേദഭാഗം ഒന്ന് വായിച്ചോട്ടെ. 38-ാം സങ്കീർത്തനം അതിന്റെ 9ാമത് വേദഭാഗം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചോട്ടെ. 38-ാം സങ്കീർത്തനം അതിന്റെ 9ാമത് വേദഭാഗം. 38-ാം സങ്കീർത്തനം 9ാമത് വേദഭാഗം ഒന്ന് വായിച്ചോട്ടെ. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, എന്റെ ആഗ്രഹങ്ങൾ ഒക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്ത്, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നെ ഇന്ന് വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്യമാണ് ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ 1-ാം തീയതിക്ക് വേണ്ടി വെച്ചൊരു ഒരു മെസ്സേജ് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചു. പക്ഷെ ആ മെസ്സേജ് അല്ല ഞാൻ പറയുന്നത്. ഇന്ന് ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു വാക്യം. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. ഇതാരാ പറയുന്നത്? ദാവീദ്. പ്രതിസന്ധിയുടെ നടുവിൽ ഒറ്റപ്പെട്ടവനായി ശത്രുവിനെ ഭയന്ന് സ്വന്തം മകനെ ഭയന്ന് ഓടി ഒളിച്ച അവൻ ദാവീദ്. സ്തോത്രം. ദാവീദ് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെയും വ്യക്തിപരമാണ് എങ്കിലും ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. അതിൽ എന്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്റേതായിട്ട് എനിക്കൊന്നും തന്നെ ഇല്ല. അവൻ സകലതും അറിയുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ. ആമേൻ. ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. പക്ഷേ ആഗ്രഹങ്ങളൊന്നും സഫലമാകണമെന്നില്ല. പക്ഷേ അവൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ ഞരക്കങ്ങളും നീ അറിയുന്നു. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിനകത്തൊരു ഞെരുക്കവും. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ കൺമുമ്പിൽ ഇരിക്കുകയും അതോടൊപ്പം തന്നെ എന്റെ ഞെരുക്കങ്ങൾ അങ്ങക്ക് മറിഞ്ഞിരിക്കുന്നതും ഇല്ല. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഒരു രോഗം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരികയില്ല എന്നും, അല്ലെങ്കിൽ എന്റെ ഞെരുക്കങ്ങളെയും എന്റെ വേദനകളെയും കർത്താവ് അറിയുന്നില്ല എന്നും നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. എന്നാൽ സകലതും അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ ഉടമസ്ഥനായിരിക്കുന്ന, നമ്മുടെ ഉടയവനായിരിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ നമുക്കരികിലുണ്ട്. സ്തോത്രം. ഈ 2024 സ്തോത്രം 6-ാം മാസത്തിലെ പ്രവേശിക്കുന്ന ദൈവത്തിലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന ചിന്ത നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതാണ്. ഈ ആഗ്രഹങ്ങളൊക്കെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന പ്രത്യാശയോടുകൂടി ആയിരിക്കണം ഈ 2024 6-ാമത്തെ മാസത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ തലമുറകളുടെ ആഗ്രഹങ്ങൾ, ആമേൻ, അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. അപ്പന്റെയും അമ്മയുടെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്ന ആഗ്രഹങ്ങൾ എത്രയും വേഗത്തിൽ സാധ്യമാകുവാൻ പോകുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെയും നിങ്ങൾക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു മാസമാണ് ഈ മാസം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കണം. സ്തോത്രം. നോക്കണമേ, ദാവീദ്, സ്തോത്രം, വല്ലാത്തൊരു രോഗം തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഒരു വിഷാദ രോഗം. ആമേൻ, ഹല്ലേലൂയ. ആ വിഷാദ രോഗത്തിരിക്കുമ്പോൾ ദാവീദ് ചിന്തിച്ചു, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷേ ഈ രോഗശയ്യയിൽ ആയിരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഈ ആഗ്രഹങ്ങളെ, ഈ വാഗ്ദത്തങ്ങളെ നേടിയെടുക്കുവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വല്ലാത്ത ഞെരുക്കത്തിലായിരിക്കുന്നു. സ്തോത്രം.
എന്റെ ഹൃദയത്തിലെ ഞെരുക്കങ്ങളെ കാണുവാൻ, എന്റെ അവസ്ഥകളെ കാണുവാൻ, ഹല്ലേലൂയ, എന്നോട് സഹതപിക്കുവാൻ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ആഗ്രഹങ്ങൾ ഇരിക്കുന്ന ദൈവത്തിന്റെ കൺമുമ്പിലാണ്. എന്റെ ഞെരുക്കങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിട്ട് എനിക്ക് ഹല്ലേലൂയ മറ്റൊരിടത്തേക്ക് പോകുവാൻ ദൈവമേ നീ എന്നെ അനുവദിക്കരുത് എന്ന ഒരു പ്രാർത്ഥനയാണ് ദാവീദിനുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അടുത്ത ഭാഗം വായിച്ചാട്ടെ. എന്റെ നെഞ്ചടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്ക് ഇല്ലാതെയായി. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദാവീദ് പറയുന്നത് ഞാനൊരു രോഗിയായി മാറി, ഞാൻ ഞെരങ്ങുന്നവനായി മാറി, ഉന്മേഷമുള്ളവൻ, സന്തുഷ്ട ഹൃദയമുള്ളവൻ, അല്ല ദൈവത്തിന് പ്രസാദമുള്ള ഒരു മകനായിരുന്നത്, ഒരു അഭിഷിക്തൻ, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ്, ഹല്ലേലൂയ, ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികളൊക്കെ ചെയ്ത ദാവീദ് വല്ലാത്ത ഞെരുക്കത്തോടു കൂടിയായിരിക്കുന്നു, ഞെരുങ്ങിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ പറ്റാത്ത വണ്ണം, ഒന്നും ചെയ്യുവാൻ പറ്റാത്ത വണ്ണം ഞെരുങ്ങിയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ, ഞാനും നിങ്ങൾ അങ്ങനെയല്ലയോ? സ്തോത്രം. കഴിഞ്ഞ 12 ദിവസങ്ങളായി ഞാൻ ഞെരുങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭവനത്തിന് പുറത്തിറങ്ങുവാൻ പറ്റുന്നില്ല, മഴ ഒരു പ്രശ്നമാണ്, വാഹനം ഒരു പ്രശ്നമാണ്. സ്തോത്രം. വീട്ടിനകത്ത് ഞെരുങ്ങിയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഉറങ്ങുക, തിന്നുക, സ്തോത്രം, അല്ലേ? പിന്നെ കുറെ നേരം ബൈബിൾ വായിക്കും, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് ചെയ്യും. സ്തോത്രം. എന്ത് ചെയ്തിട്ട് ഒരു തൃപ്തിയില്ലായ്മ, അതാണ് നമ്മുടെ ഞെരുക്കം. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി ഹല്ലേലൂയ ജോലി ഉണ്ടായിരുന്നു, ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പക്ഷെ ജോലി ഇല്ലാതിരുന്നാലോ? സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനേക്കാൾ ഉപരി നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കും, ഇന്ന് ജോലിക്ക് പോയില്ലേ? സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ ചോദ്യം കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആകപ്പാടെ തകർന്നു പോകും. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിലും ഞെരുക്കമുണ്ടായി. ആ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം അതിൽ ദാവീദും ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, എന്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. ദൈവമേ, എന്റെ ആഗ്രഹങ്ങൾ അങ്ങയുടെ കൺമുമ്പിൽ ഇരിക്കുന്നു. ഈ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന ആഗ്രഹങ്ങൾ എന്നിലേക്ക് വരാതിരിക്കേണ്ടതിന് സ്തോത്രം, ശത്രു ഒത്തിരി പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവിക അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും ലഭിക്കാതിരിക്കേണ്ടതിന് ശത്രുവായവൻ ചില പദ്ധതികൾ, ചില രോഗങ്ങൾ ഇട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, രോഗങ്ങൾ ഇട്ടുകൊണ്ട് അവൻ അട്ടഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി നമ്മെ ഭരിച്ചു കുടിക്കുന്ന ചില രോഗാത്മാവിനെ ടാറ്റ പറയുന്ന ഒരു ദിവസമായി ഈ ദിവസത്തെ മാറ്റിയെടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭാവമായ രോഗവിവരങ്ങളെ കുറിച്ച് പറഞ്ഞ എന്റെ നെഞ്ചിടിക്കുന്നു. ശ്രദ്ധിക്കണേ, സന്തുഷ്ടമായിരിക്കുന്ന, ശുദ്ധ ഹൃദയമായിരിക്കുന്ന ആ ഹൃദയം നെഞ്ചിടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹാർട്ടിന്റെ ഹല്ലേലൂയ ഇടിപ്പ്, നെഞ്ചിന്റെ ഇടിപ്പ് കൂടിക്കൊണ്ട് വരുന്നു. ഓരോ ദിവസവും അത് കുറയുകയില്ല, അത് കൂടി വരുന്നു. ഹല്ലേലൂയ. അപ്പൊ ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, ചില കടന്നുകയറ്റങ്ങൾ, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഹല്ലേലൂയ അവൻ സന്തുഷ്ട ഹൃദയത്തോടെ ഹല്ലേലൂയ ആശ്വാസത്തോടെ ഇരിക്കുകയല്ല, അവനെ നെഞ്ചിടിച്ചുകൊണ്ടേ ഇരിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ ചില പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളെ ഭയപ്പെടുത്തുന്ന സ്തോത്രം ചില നെഞ്ചിന്റെ ഇടി ശബ്ദങ്ങൾ ഹല്ലേലൂയ സ്വർഗം കേൾക്കുക. ഇന്ന് രാത്രി കർത്താവേ, എന്റെ നെഞ്ചിന്റെ ഇടി ഹല്ലേലൂയ ഹല്ലേലൂയ ഏതൊക്കെയോ പ്രശ്നങ്ങൾ കടന്നപ്പോൾ ഹല്ലേലൂയ ഹൃദയത്തിലെ ഭാരം കയറി വന്നപ്പോൾ ആ ഭാരത്തെ ഹല്ലേലൂയ ഇറക്കി വെക്കുവാൻ പറ്റാതെ വേണം, ആ ഭാരത്തെ ഹല്ലേലൂയ ഇറക്കി വെക്കുവാൻ പറ്റാതെ വേണം. ഹല്ലേലൂയ നെഞ്ചിനകത്ത് ഭാരമായി ഇരുമ്പോൾ നെഞ്ചിടിച്ച് അസഖ്യമാവുന്ന നെഞ്ചിന്റെ വേദനയോടുകൂടെ ഇന്ന് രാത്രി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളുടെ ഹാർട്ടിനെ ഹല്ലേലൂയ ഹൃദയത്തിന്റെ സ്തംഭനങ്ങളെ ഹല്ലേലൂയ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ചില പ്രവണതകളെ ഹാർട്ടിനകത്തുള്ള രക്ത ഓട്ടത്തെ ഹല്ലേലൂയ കുറയ്ക്കുന്ന വ്യാപാര മണ്ഡലങ്ങളെ, ചില പ്രശ്നങ്ങളെ സ്വർഗത്തിലെയോ ഇന്ന് രാത്രി വെട്ടിമാറ്റുകയാ. കർത്താവ്, എന്റെ ആഗ്രഹങ്ങൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗം. ഞാൻ വശം കെട്ടിരിക്കുന്നു. സ്തോത്രം. ദാവീദ് പറഞ്ഞ വശം കെട്ടിരിക്കുന്നു. എങ്ങോട്ട്
തിരിയണമെന്ന് എനിക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അമ്മ ഞാൻ വശം കെട്ടിരിക്കുന്നു. അമ്മ ഇത് രാത്രി അതേ അവസ്ഥയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ദൈവം തൊടുവാൻ പോകുക. ഈ 2024 6 മാസം വശം കെട്ടിരുന്നത് മതി. സ്തോത്രം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിലാണ് എങ്കിൽ ദൈവം നിങ്ങളുടെ വശം കെട്ടിരിക്കുന്നതിനെ ദൈവം മാറ്റുവാൻ പോകുന്നു. അടുത്ത ഭാഗം കൂടെ. എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്ക് ഇല്ലാതെയായി. സ്തോത്രം. കണ്ണിനൊരു വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. മനോഹരത്വങ്ങളെ കാണുവാൻ, ദൈവപ്രവൃത്തികളെ കാണുവാൻ, മനോഹര കാഴ്ചകൾ കാണുവാൻ, നല്ലത് കാണുവാൻ കണ്ണിന് ഒരു പ്രകാശമുണ്ട്. പക്ഷേ എന്റെ പ്രകാശം എനിക്കില്ലാതെയായി പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയാതെ വണ്ണം കണ്ണ് കുരുടായി പോയി. ആമേൻ. നെഞ്ചിന് പ്രശ്നം. ഹല്ലേലൂയ. വശം കെട്ടിരിക്കുന്നു. കണ്ണിന് പ്രശ്നം. ഹല്ലേലൂയ. ഇത് വല്ലാത്ത ഞെരുക്കം. ഇതേ അവസ്ഥയിലൂടെയാണ് ദാവീദായിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ അറിയേണ്ടത് ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലെ ഹല്ലേലൂയ ശത്രുവായവൻ ആമേൻ സ്തോത്രം എന്നുടെയും നിങ്ങളുടെ നേരെ അവൻ വരാറുണ്ട്. സ്തോത്രം. അവൻ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം വായിച്ചാട്ടെ. കള്ളൻ ഹല്ലേലൂയ വരുന്നത് എങ്ങനെയാണ്? സ്തോത്രം. വായിച്ചാട്ടെ. യോഹന്നാൻ 10:10. യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ദാവീദിന് പറയുന്നു, എന്റെ ആഗ്രഹങ്ങളൊക്കെയും ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ ആക്കി വെച്ചിട്ട് സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ. ആ ആഗ്രഹങ്ങളൊക്കെയും ദൈവം സാധിപ്പിച്ചു തരുമെന്ന് ഹല്ലേലൂയ സ്തോത്രം സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നു. സ്തോത്രം. ആ കള്ളനാണ് ദാവീദിനെ പിടിക്കുവാൻ വന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? ഞെരുക്കങ്ങൾ, വിഷാദ രോഗം, നെഞ്ചിന്റെ വേദന, വശം കെട്ടിരിക്കുന്നു, കണ്ണിന്റെ ശോഭ കുറച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവാകുന്ന വിഷാദ കള്ളൻ ചെയ്ത പണി അവൻ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇങ്ങനെയുള്ള കള്ളനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തുരത്തി ഓട്ടിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആഗ്രഹങ്ങൾ, ദൈവം സാധിപ്പിച്ചിരുന്ന ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി ശത്രുവായവൻ ഹല്ലേലൂയ മോഷ്ടിക്കുവാനും അറുക്കുവാനും സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് മുടിപ്പാനും വരുന്നവരെ ഇന്ന് രാത്രി നമ്മൾ പുറത്താക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ, എന്നെ ഇന്ന് നശിപ്പിക്കുന്ന ചില ശത്രുക്കൾ, ചില വൈശാചിക തന്ത്രങ്ങളെ നമ്മൾ ഹല്ലേലൂയ അറിയേണ്ടിയിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തൊട്ടടുത്ത ഭാഗം അവൻ വായിച്ച തൊട്ടടുത്ത ഭാഗം. യേശു തന്നെ പരിചയപ്പെടുത്തുകയാണ്. അടുത്ത ഭാഗം വായിച്ചാട്ടെ. ശ്രദ്ധിക്കണമേ. അറുക്കുവാനും മുടിക്കുവാനും സ്തോത്രം അല്ലാതെ കള്ളൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്ന ശത്രു അവൻ കള്ളനാകുന്ന പിശാച് അല്ലെങ്കിൽ 3 കാര്യം ചെയ്യുമ്പോൾ എന്റെ ദൈവം വരുന്നത് എങ്ങനെ വായിച്ചോട്ടത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 2024 6-ാമത്തെ മാസം സർവശക്തനായ ദൈവം പറയുകയാ, ആമേൻ ഹല്ലേലൂയ, ഞാൻ വന്നിരിക്കുന്നത് ജീവനും സമൃദ്ധമായ ജീവിതവും തരുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തോടിരിക്കുന്ന ദാവീദ് ഒന്നുകൂടെ പറഞ്ഞാൽ ഞെരുക്കത്തോടിരിക്കുന്നു, നെഞ്ചിടിച്ചിരിക്കുന്നു, വശം കെട്ടിരിക്കുന്നു, കണ്ണിന് ശോഭ കുറഞ്ഞു. ശത്രു അവന്റെ ജീവിതത്തിൽ വന്നത് അറുക്കുവാനും മോഷ്ടിക്കുവാനും മുടിക്കുവാനും വന്നപ്പോൾ സർവശക്തനായ ദൈവം പറയുകയാ, കള്ളന്റെ വഴിക്ക് പോകട്ടെ, ഞാൻ വന്നത് നിനക്ക് ജീവനും സ്തോത്ര സമൃദ്ധമായ ഒരു ജീവിതം തരുവാൻ വേണ്ടിയാ. ഇന്ന് രാത്രി സമൃദ്ധമായ ഒരു ജീവിതം തരുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ വിവിധ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ, രോഗങ്ങൾ
അവൻ എന്നിവ ഉണ്ട് എങ്കിലും ഹല്ലേലൂയ ദൈവം പറയുന്ന ഒരു ഓഫർ, സമൃദ്ധിയാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ സമാധാനപരമായ ഒരു ജീവിതം, സന്തുഷ്ടപരമായ ഒരു ജീവിതം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വെച്ചു കെട്ടുകയാ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവമേ ഹല്ലേലൂയ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ഒരു സന്തുഷ്ട ജീവിതം, സമാധാനപരമായ ഒരു ജീവിതം നൽകേണ്ടതിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടു. ഈ 6-ാം മാസം ആരംഭ ദിവസത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം പറയുകയാ, നിങ്ങൾക്ക് വേണ്ടി ജീവനും സമൃദ്ധമായ ജീവിതവും തരുവാൻ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 18 സംവത്സരമായി ഒരു സഹോദരി നിരന്തരമായി അവൾ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതൊരു കാഴ്ചയിൽ അവളെ എല്ലാവരും കാണുമ്പോൾ അവൾ കൂനിയായ ഒരു സ്ത്രീ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വൈകല്യമുള്ളവൾ, വൈകല്യമുണ്ടായിട്ടും അവൾ മുടങ്ങാതെ ആലയത്തിൽ പോകുക പതിവായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവളെ നോക്കി കളിയാക്കി. ഈ കൂനിയായ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വരുന്നത്? സ്തോത്രം. അവൾക്ക് വീട്ടിലിരിക്കാൻ പാടില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരുവൾ അവൻ കള്ളൻ കയറി മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വന്നു. നിത്യരോഗിയാക്കി മാറ്റി. ആ 18 സംവത്സരമായി നിത്യരോഗിയായിരിക്കുന്നവൾ അവൾ മുടങ്ങാതെ ആലയത്ത് വരുന്ന കണ്ടിട്ട് എല്ലാവരും അവളെ കളിയാക്കിയിട്ട് അതും ഇതും പറഞ്ഞു. സ്തോത്രം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത് വാക്യമാണെന്ന് തോന്നുന്നു. സ്തോത്രം. വായിച്ചേണ്ട ഭാഗം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത് വേദഭാഗം വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ലൂക്കോസ്. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന ആരുടെ മകൾ? അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വീഴേണ്ടതല്ലയോ എന്നുത്തരം പറഞ്ഞു. ശ്രദ്ധിക്കണേ. സ്തോത്രം. 18 സംവത്സരമായി അവൾ ബന്ധിക്കപ്പെട്ടവളായിരുന്നു. 1-2 ദിവസമല്ല, 18 സംവത്സരം. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൾ ആരാണ്? അബ്രഹാമിന്റെ മകൾ. സ്തോത്രം. വിശ്വാസിയുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ മകൾ തന്റെ ഏകജാതനായിരിക്കുന്ന മകനെ യാഗം കഴിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ഒരു മകളാണ് ഇവൾ. സ്തോത്രം. അവൾ നിരന്തരമായ ആലയത്തിൽ വരുന്നുണ്ട്. പക്ഷെ 18 സംവത്സരമായി അവൾക്ക് കൂനിയാണ്, നിവരുവാൻ കഴിയുന്നില്ല. സ്തോത്രം. 13-ാമത് വായിക്കോ. ഒന്ന്. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരെ കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ശ്രദ്ധിക്കണേ. യാഗം കഴിക്കുവാൻ വരുന്നവരെ കുറിച്ചുള്ള കാര്യാദികൾ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്തോത്രം. എന്നാൽ ആലയത്തിനകത്ത് ഒരു കൂനിയായിരിക്കുന്ന ഒരു സ്ത്രീ അവൾ പതിവ് തെറ്റാതെ ആലയത്തിൽ വരിക പതിവായിരുന്നു. സ്തോത്രം. മറ്റുള്ളവരൊക്കെയും അവസരങ്ങൾ ഹല്ലേലൂയ ലഭിക്കുമ്പോൾ ആലയത്തിൽ വരാതെ മാറിപ്പോകുമ്പോൾ അബ്രഹാമിന്റെ മകളായിരിക്കുന്ന ഈ കൂനിയായിരിക്കുന്ന സ്ത്രീ ഒട്ടും നിവരുവാൻ പറ്റാത്ത അവൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഒന്ന് നിവരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടും ആരാധിക്കുവാൻ കഴിയുന്നില്ല. ഒന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടും ഉറങ്ങുവാൻ കഴിയുന്നില്ല. ഒന്ന് ശക്തമായി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഒന്ന് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടും നടക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്കൊക്കെയും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒട്ടും സഹായിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഹല്ലേലൂയ. 18 സംവത്സരമായി നിവരുവാൻ കഴിയാതെ അവൾ ആയിരിക്കുന്നു. ഇന്ന് രാത്രി എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും ഒന്ന് നിവരണമെന്ന് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഒന്ന് നിവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മെ അത് കൂനിപ്പിക്കുന്ന
തല ഉയർത്തുവാൻ കഴിയാതെ വണ്ണം നമ്മെ കൂലിപ്പിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇന്ന് രാത്രി ആ പ്രശ്നത്തെ തള്ളി മാറ്റണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു മാറാപ്പ് പോലെ ഇരിക്കുന്ന ചില കൂനുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 18 സംവത്സരമായത്, വർഷങ്ങളായത്, ആഴ്ചകളായത്, മാസങ്ങളായ ചില കൂനുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പുറത്തു പോകട്ടെ. ഒട്ടും നിവരുവാൻ കഴിയാതെ വണ്ണം അബ്രഹാമിന്റെ ഹല്ലേലൂയ മകളോട് പോരടിക്കുന്ന വിശ്വാസ പിതാവായിരിക്കുന്ന അബ്രഹാമിന്റെ മകളോട് പോരടിക്കുന്ന ചില പോരുകൾ നടിഞ്ഞു മാറണം. ആരാധിക്കുന്നവർക്കെതിരെയാണ് പോരുള്ളത്. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൊച്ചുമകളെയാണ് ബന്ധിച്ചു വെച്ചത്. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമേ, ഈ രാത്രിയിലും ആരാധിക്കുന്ന ദൈവമേ, നിന്നെ ബന്ധിച്ചത് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്തുകൊണ്ടെന്നറിയാമോ? നിന്റെ വിശ്വാസം കണ്ടിട്ട്, നിന്റെ പ്രത്യാശ കണ്ടിട്ട്, നിന്റെ ഭക്തി കണ്ടിട്ട്, ഹല്ലേലൂയ സാമർത്ഥ്യം കണ്ടിട്ട് ശത്രുവായി 18 സംവത്സരമായി നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുമ്പോൾ ഒട്ടും തീവരുവാൻ കഴിയാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ കഷ്ടതയിൽ നിന്ന്, ഈ രോഗത്തിൽ നിന്ന്, ഈ ദുരത്തിൽ നിന്ന് ഒട്ടും തീവരുവാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചു വെച്ച ബന്ധന ശക്തിയെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പുറത്തു പോകട്ടെ. അവൾ ആലയത്തിൽ വരികയാ, അവൾ ആലയത്തിൽ വരിക സൗഖ്യത്തിന് വേണ്ടി. ആലയത്തിൽ വന്നിട്ടും സൗഖ്യം ലഭിക്കുന്നില്ല. പ്രശ്ന പരിഹാരത്തിന് വന്നിട്ടും അവൾക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. 18 സംവത്സര വർഷമായിട്ടും അവൾക്ക് നിവരുവാൻ കഴിഞ്ഞിട്ടില്ല. ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ, ആമേൻ ഹല്ലേലൂയ, യേശു അവളെ ആലയത്തിൽ വെച്ച് കണ്ടു. സ്തോത്രം. എവിടെ വെച്ച് കണ്ടു? യേശു ആലയത്തിൽ വെച്ച് കണ്ടു. യേശു പുഴയുടെ വക്കത്ത് വെച്ച് നിരവധി പേരെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പട്ടണത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. സമുദ്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കൊട്ടാരത്തിനകത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ആലയത്തിൽ വെച്ച് കൂനിയായ ഒരു സ്ത്രീയെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകല്യം സംഭവിച്ചപ്പോൾ, ഒരു കുറവ് സംഭവിച്ചപ്പോൾ, ഒരു പ്രശ്നം നേരിട്ടപ്പോൾ അവൻ ആലയത്തിൽ പോയി. സ്തോത്രം. ഞാനും നിങ്ങളുമാണെങ്കിലോ ആലയത്തിൽ പോകുവാൻ നമ്മൾ മനസ്സ് കാണിക്കയില്ല. പക്ഷേ അവൾക്കറിയാം 18 സംവത്സരമായിട്ടും അവൾ മുടക്കം കൂടാതെ ആലയത്തിൽ പോകുക പതിവായിരുന്നു. എല്ലാവരും കണ്ടു. അവൾ ഒരു കൂലിയായൊരു ബന്ധുവെച്ച് വരുന്നത് എല്ലാവരും കണ്ടു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് അവളുടെ വയസ്സ് എത്രയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 18 സംവത്സരമായി അവൾ ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. 18 സംവത്സരമായി, 18 വർഷമായി അവൾ ബന്ധിക്കപ്പെട്ടവളാണ്. അവൾക്ക് ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. അവൾക്ക് നിവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഹല്ലേലൂയ, അവളുടെ ആഗ്രഹം ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക. അവളുടെ ആഗ്രഹം ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുക. അവിടെ ഞെരുക്കങ്ങൾ എന്റെ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു കൂനിയായ ഒരു സ്ത്രീ നൊന്ന് ഹല്ലേലൂയ വെച്ച് ആലയത്തിനകത്ത് വന്ന് ദൈവത്തെ ആരാധിച്ചു പോകുന്ന പുരോഹിതൻ കണ്ടു. ഹല്ലേലൂയ. അവിടുത്തെ ഒത്തിരി ആൾക്കാരെല്ലാം കണ്ടു. പക്ഷെ അവരാർക്കും അവിടെ കൂരുകളെ മാറ്റുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. പക്ഷേ അവൾ ശ്രദ്ധിക്കണമേ, എന്റെ ദൈവം അവളെ ആലയത്തിനകത്ത് വെച്ച് കണ്ടു. ഇന്ന് രാത്രി ആലയത്തിനകത്ത് 2-3 പേർ വസിക്കുന്നിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. ആലയം എന്ന് പറയുന്ന പരിശുദ്ധ സ്ഥലമാ. ആ സ്ഥലത്ത് ദൈവമുണ്ട്. ദൈവമുള്ള ഇടത്തേക്കാണ് ഞാനും നിങ്ങൾ കൂഞ്ഞുമായിട്ട് വന്നെങ്കിൽ, വൈകല്യമായി വന്നെങ്കിൽ, ചില പ്രശ്നങ്ങളുമായി, ചില രോഗങ്ങളുമായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരുവരുണ്ട്. ഹല്ലേലൂയ. മനുഷ്യർ കാണുന്ന പോലെയല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുകയാ, അഗ്നിജ്വാലക്കൊത്ത കണ്ണുള്ള ദൈവം ഈ ആലയത്തിനകത്ത് നിന്നുകൊണ്ട് നിന്നെ നോക്കുക. ഹല്ലേലൂയ. നിന്റെ വരവ്, നിന്റെ സംസാരം, നിന്റെ കയ്യടി, നിന്റെ ആരാധന, നിന്റെ പാട്ട്, സ്തോത്രങ്ങൾ, സ്തുതികൾ എല്ലാം ദൈവം കാണുകയാ. കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം ദൈവം കാണുകയാ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സ്തോത്രം. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ആ ദേശത്തുള്ള സകലരും ലോഭമായി വിതച്ചവരാണ്. ഹല്ലേലൂയ. പക്ഷേ 18 സംവത്സരമായി കൂലി ആയിരുന്ന, ഒട്ടും നിവരുവാൻ കഴിയാതിരുന്ന ഹല്ലേലൂയ ഈ പെൺകൊച്ച്
അവൻ ലോഭമായിട്ടല്ല വിതച്ചത്, ധാരാളമായി വിതച്ചു. അത് കണ്ണുള്ള സർവശക്തനായ ദൈവം കണ്ടു. ഇന്ന് രാത്രി നമ്മുടെ സകല പ്രവൃത്തികളും കാണുന്ന ഒരുവനുണ്ട്. ആ ദൈവം ഇന്ന് രാത്രി അരികിലേക്ക് വരികയാ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം മറ്റൊന്നും ചെയ്തില്ല, അവിടെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ആലയത്തിനകത്തേക്ക് വന്നവള് വെറുകയോടെ വിട്ടില്ല, കൂരുമായിട്ടല്ല ഹല്ലേലൂയ അവൾ പുറത്തു പോയത്. ഇതുവരെ അവൾ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ കൂനോട് പോയി. ഹല്ലേലൂയ, പ്രശ്നത്തിന് പരിഹാരമില്ല. പക്ഷെ ഇന്ന് ഹല്ലേലൂയ നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന യേശു ഈ ആലയത്തിനകത്തുണ്ട്. ആലയത്തിനകത്ത് യേശു ഉള്ളത് കൊണ്ട് നീ വെറുങ്ങയോടെ വന്നിട്ട് വെറുങ്ങയോടെ പോകേണ്ട. അവ ഇന്ന് രാത്രി നിന്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ വന്നു 18 സംവത്സരമായി ഞാൻ വന്നിട്ട് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല, അത്ഭുതങ്ങൾ നടന്നില്ല, ഇവിടെ നടന്നില്ലെന്ന് പറഞ്ഞ സംശയത്തോടെ അല്ല അവൾ വന്നത്. പിന്നെയോ അവൾ ഹല്ലേലൂയ ഒരു പ്രത്യാശയുണ്ട്. ഞാൻ അബ്രഹാമിന്റെ മകളായിരിക്കാൻ അവ എനിക്ക് രക്ഷ വരും. ഞാൻ അബ്രഹാമിന്റെ മകളാണ്, എനിക്ക് ഇവിടെ ലഭിക്കും. ഇന്ന് രാത്രി അബ്രഹാമിന്റെ മകളായി മാറുവാൻ, അബ്രഹാമിന്റെ മകനായി മാറുവാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. അബ്രഹാമിന്റെയും ഹല്ലേലൂയ മകനായി മാറുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിടല. ആമേൻ. വിശ്വാസത്തെ കണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അബ്രഹാം ആരാ? വിശ്വാസികളുടെ പിതാവ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ മകളോ വിശ്വാസി തന്നെയാണ്. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കോ അവനും ഒരു തികഞ്ഞ വിശ്വാസിയാണ്. അവൻ 18 സംവത്സരമായി ആലയത്ത് വന്നിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ആമേൻ. എല്ലാവരും അവളെ നോക്കി കളിയാക്കി. പക്ഷേ യേശു ഉള്ളിടത്തേക്ക് അവൾ വന്നിട്ട് പോയപ്പോൾ അവൾക്കൊരു മാറ്റമുണ്ടായി. ഇന്ന് രാത്രി ഒരു മാറ്റമായിട്ട് നിങ്ങൾ പുറത്തിറങ്ങിയാൽ മതി. സ്തോത്രം. ഇതുവരെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, ദൈവനാമത്തിന് വേണ്ടി കൊടുത്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ആമേൻ. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ അനുഭവം? ആ കൂൻ ഇതുവരെയും മാറിയിട്ടില്ല, ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. ആമേൻ. ബിസിനസ് ചെയ്ത് നോക്കി, നിവരുവാൻ കഴിയുന്നില്ല. നിരവധി ജോലികൾ ചെയ്ത് നോക്കി, നിവരുവാൻ കഴിയുന്നില്ല. സ്തോത്രം. തന്നാലാവുന്നതൊക്കെയും നമ്മൾ പരിശ്രമിച്ചു, നിവരുവാൻ കഴിയുന്നില്ല, ഒട്ടും നിവരുവാൻ കഴിയുന്നില്ല. സ്തോത്രം. സാധാരണ ഒട്ടും നിവരുവാൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം വന്നിട്ടുണ്ട് നിന്നെ നിവർത്തുവാൻ, നീ തലകുനിക്കപ്പെട്ട ഇടത്ത് നിന്നെ ഉയർത്തുവാൻ എന്റെ ദൈവം വന്നിട്ടുണ്ട്. ഒന്ന് തല ഉയർത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. എന്റെ ദൈവം പറയുകയാ, നീ ആലയത്തിൽ വന്നിട്ട് എന്നെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി നീ ആരാധിച്ചിട്ട് വെറുതെ പോണ്ട. സ്തോത്രം. നീ ഹല്ലേലൂയ വിടുതലോടുകൂടി പോയാൽ മതി. സ്തോത്രം. വിടുവിക്കപ്പെട്ട സഹോദരിക്ക് ഭയങ്കര സന്തോഷം. അവിടെ കൂന് മാറി, അവിടെ പ്രശ്നം മാറി. അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വന്ന കള്ളന്റെ കയ്യിലല്ല അവൾ അകപ്പെട്ടത്, ദൈവകരത്തിൽ. ജീവനും സമൃദ്ധമായ ജീവിതം തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ അവൾ വന്നപ്പോൾ അവിടെ കൂനുകളെല്ലാം മാറി. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. എന്റെ ഞെരുക്കവും നിന്റെ മുമ്പിൽ. ഹല്ലേലൂയ. വശം കെട്ടവൻ, നെഞ്ചിടിപ്പുള്ളവൻ, കണ്ണിന്റെ ശോഭ കുറഞ്ഞവൻ, സ്തോത്രം, പൂർണ്ണ രോഗാവസ്ഥയോടിരിക്കുന്ന വ്യക്തിത്വം കള്ളന്റെ കയ്യിൽ അകപ്പെട്ടാൽ കള്ളൻ അവന് പൂർണ്ണമായി നശിപ്പിക്കും. പക്ഷെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ, ദൈവം തൊട്ടപ്പോൾ ആ കൂനിയായ സ്ത്രീക്കൊരു കഥ പറയുവാനുണ്ട്. അവൾ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പള്ളി പ്രമാണിക്ക് ഒരു നീരസം. സ്തോത്രം. ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം വീട്ടിൽ പോയിട്ട് വായിക്കണം. സ്തോത്രം. പള്ളി പ്രമാണിക്ക് ഒരു നീരസം ഉണ്ടായി. സ്തോത്രം. ആ ഭാവം വായിച്ചാട്ടെ. 18 13:18. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം? 10 വായിച്ചു. 10. ഒരു ശബ്ദത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി. ശ്രദ്ധിക്കണേ, ദൈവം ഉള്ളിടത്ത് എന്തുണ്ട്?
ദൈവം ഉണർത്തുന്നത് ഉപദേശമുണ്ട്. ആ സഭയ്ക്കകത്ത് ദൈവം ഉപദേശിച്ചുകൊണ്ടിരുന്നു. 18 സംവത്സരമായിട്ട് ഈ സഹോദരി ആലയത്ത് വരിക, ഉപദേശം കേട്ടിട്ട് പ്രസംഗം കേട്ടിട്ട് പോകുന്നവളാണ്. സ്തോത്രം. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും, പക്ഷെ ജീവൻ നൽകുന്ന, സമൃദ്ധമായ ജീവൻ നൽകുന്ന ദൈവം ഉപദേശിച്ചപ്പോൾ അവിടെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അടുത്ത ഭാഗം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്ക വിളിച്ചു സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ പ്രത്യേകം നോക്കണമേ, ഉപദേശം മാത്രമല്ല, ബന്ധനാവസ്ഥ ഇരിക്കുന്ന വ്യക്തിയെ യേശു ആരെങ്കിലും വിളിച്ചിട്ട് അവിടെ ബന്ധനത്തെ ദൈവം അടിച്ചു കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ അരികിലാണ് ഞാനും നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ 2024 6-ാമത്തെ മാസത്തെ പ്രത്യേകത, നീ ഏത് ബന്ധനവും, ഏത് ബന്ധിക്കപ്പെട്ട അവസ്ഥയാണെങ്കിലും ദൈവം ആ ബന്ധനത്തെ അഴിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ബന്ധനത്തെ അഴിക്കുവാൻ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവേൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ശബത്തിൽ അരുത് എന്ന്. സ്തോത്രം. പള്ളിപ്രമാണിക്ക് ഇവിടെ വിടുതൽ നീരസമുണ്ടായി. പള്ളിപ്രമാണി പറയുക, ശബത്തിൽ യേശുവോടല്ല പറഞ്ഞത്, അവിടുത്തെ പുരുഷാരത്തിൽ പറഞ്ഞു. സ്തോത്രം. ബാക്കി ദിവസങ്ങളൊക്കെയും ഇതൊക്കെ നടക്കാം, പക്ഷെ ഈ ശബത്ത് ദിവസത്തിൽ മാത്രം ഇത് നടക്കാൻ പാടില്ല, ഇവിടെ നടക്കാൻ പാടില്ല. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്, നമ്മുടെ ദൈവം ചില ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശബത്തെന്നോ ഹല്ലേലൂയ അതൊന്നും ദൈവത്തിന് ഒരു പ്രശ്നമേ അല്ല. വിടുതൽ ആർക്കാണോ ആഗ്രഹം അവർക്ക് വേണ്ടി എൻ്റെ ദൈവം വിടുതൽ നൽകും. ആമേൻ. ഈ മാസം ഒരു വിടുതലിന്റെ മാസമായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടുന്ന, ഞെരുക്കങ്ങൾ കൂടുന്ന, കണ്ണിന്റെ ശോഭ കുറയ്ക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണം. അതിന് ഏക വഴി ദൈവത്തിന്റെ ആലയമാണ്. അതിന് ഏക വഴി എന്ന് പറയുന്നത് ജീവനും സമൃദ്ധമായ ജീവിതവും തരുന്ന ദൈവത്തിന്റെ അരികിലേക്ക് വരിക എന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാം, ആമേൻ, ദൈവമേ, എനിക്ക് ഒട്ടും ജോലി ചെയ്യാൻ പറ്റാത്ത നിലകളിൽ ഞാൻ കൂലിയായിപ്പോയി, ഒന്ന് നിവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഹല്ലേലൂയ. നല്ലൊരു കാര്യത്തിനായി പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ അവൾ ആലയത്തിലേക്ക് വന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമുക്കും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വരാം, നമുക്കും ദൈവത്തോടുകൂടെ വസിക്കാം. ദൈവം ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ നമുക്ക് വേണ്ടി തരും. സ്തോത്രം. 38-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത് വാക്യം തൊട്ട് വായിച്ചു. 6-ാമത് വാക്യം. ഞാൻ കുനിഞ്ഞ ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ചും നടന്നുകൊണ്ട് ഇരിക്കുന്നു. അതായത് പറയുക, ഞാൻ ഏറ്റവും കൂനിയായിരിക്കുന്നു, ഇടവിടാതെ ദുഃഖിച്ചും കൊണ്ട്. ഒരു ദുഃഖത്തിൽ നിന്ന്, ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു ഇടവേള ലഭിക്കാതെ വണ്ണം നിരന്തരമായി പ്രശ്നങ്ങൾക്കകത്ത് നമ്മെ ശത്രു കടത്തിവിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ദാവീദ് പറയുന്നത്, ഞാൻ കൂനിയായി പോയി, ഞാൻ കുനിഞ്ഞു പോയി. സ്തോത്രം. ഈ ഒട്ടും നിവരുവാൻ എനിക്ക് കഴിയത്തില്ല. തൊട്ടടുത്ത് പറയുന്നത് വായിച്ചട്ടെ. ഞാൻ ഇടവിടാതെ ദുഃഖിച്ച് കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നടക്കുന്നു, ദുഃഖിച്ച് നടക്കുകയാണ്. ദുഃഖങ്ങൾക്ക് ഒരു പരിഹാരമില്ല. അടുത്ത്
എന്റെ അരയിൽ എന്റെ അരയിൽ വളർച്ച നിറഞ്ഞിരിക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോക്കറ്റ് കാലിയാണ്. അരയിൽ വേണ്ടുന്ന സാധനങ്ങൾ ഒളിപ്പിച്ചു വച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. തിന്നുവാനുള്ളത്, കൊടുക്കുവാനുള്ളത്, വിലപിടിപ്പുള്ളതൊക്കെയും നിന്റെ അരയ്ക്കകത്ത് നീ ഒളിപ്പിച്ചു വച്ചിരുന്നു. സ്തോത്രം. പക്ഷെ ഇന്ന് അരയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന വരൾച്ചയാണ്. സ്തോത്രം. വരണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോക്കറ്റ് കാലിയാണ്, പടക കാലിയാണ്, നിന്റെ അര ശൂന്യമായിരിക്കുന്നു. സ്തോത്രം. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, ദൈവനാമത്തിന് കൊടുക്കണമെന്നുണ്ട്, വസ്തു വാങ്ങിക്കണമെന്നുണ്ട്, വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ബാഗ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ അര വരണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല. മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും ഒരുവൻ കടന്നു വന്നു. അവന്റെ കൈക്കകത്ത് ഞാനും നിങ്ങളും അകപ്പെട്ടുപോയി. ഇന്ന് രാത്രി നിത്യവൃത്തിക്ക് വകയില്ലാതെ വണ്ണം, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം നീ വരൾച്ചയോട് ഇരിക്കുന്ന വ്യക്തിത്വമാണോ? സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. തല നിവർത്തുവാൻ കഴിയാതെ കുനിഞ്ഞ് 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 ഓച്ചാനിച്ച് നിൽക്കുന്ന അനുഭവങ്ങൾ, ദാസ്യത്തിന്റെ ആത്മാവോടിരിക്കുന്ന, അടിമയാക്കപ്പെട്ട അനുഭവത്തോടിരിക്കുന്ന വ്യക്തിത്വമേ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നിന്റെ അര വരണ്ടിരിക്കുന്നു. അടുത്ത്, എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. എന്റെ ദേഹത്തിൽ സൗഖ്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദേഹത്തിൽ ഒട്ടും സൗഖ്യവുമില്ല. ആമേൻ. ഒരു സൗഖ്യത്തിന് വേണ്ടി വൈദ്യന്മാരുടെ അടുക്കൽ പോയി, ഡോക്ടറുടെ അടുക്കൽ പോയി, ഒരുപാട് മരുന്നുകൾ, ഗുളികകളെല്ലാം കഴിച്ചു. എന്റെ ദേഹത്തിന് ഒരു സൗഖ്യവുമില്ല. അടുത്ത്, ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. സാധാരണ ഒരു തകർച്ചയല്ല, ക്ഷീണിച്ച് അത്യന്തം തകർന്നു പോയി. ഇന്ന് രാത്രി ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്ന വ്യക്തിത്വമേ, കഴിഞ്ഞ 5 മാസങ്ങൾ നീ ക്ഷീണിച്ചിരുന്നു, നീ തകർന്നിരുന്നു. ഇന്ന് രാത്രി ദൈവം പറയുക, നിന്റെ ക്ഷീണത്തെയും നിന്റെ തകർച്ചയും മാറ്റുവാൻ കഴിവുള്ളവൻ ആലയത്തിനകത്തുണ്ട്. സ്തോത്രം. ജീവനും സമൃദ്ധമായ ജീവിതം തരുവാൻ, സന്തുഷ്ട ജീവിതം തരുവാൻ കഴിവുള്ളവൻ ആലയത്തിനകത്തുണ്ട്. അവൻ നിന്നോട് ഇന്ന് രാത്രി കൃത്യമായി ഇടപെടുകയാണ്. സ്തോത്രം. നിന്റെ ഏത് പ്രശ്നത്തെയും ഏത് വിഷയത്തെയും എന്റെ ദൈവം കൈകാര്യം ചെയ്യുവാൻ പോകുകയാണ്. അടുത്ത ഭാഗങ്ങൾ വായിച്ചാൽ, എന്റെ ഹൃദയത്തിന്റെ ഞെരുക്ക നിമിത്തം ഞാൻ അലറുന്നു. ശ്രദ്ധിക്കണേ. ഹൃദയത്തിനകത്തുള്ള ഞെരുക്ക നിമിത്തം, വിഷമ നിമിത്തം, ദുഃഖ നിമിത്തം നീ അലറുന്നു. സിംഹം അലർന്നത് പോലെ അലർന്നു. രാത്രിയിൽ എന്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നു, എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. സ്തോത്രം. ദർശനം കണ്ട്, ദൈവത്തിന്റെ സ്വപ്നം കണ്ട്, ദൈവത്തെ ആരാധിച്ച, രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച, ഹല്ലേലൂയ, പ്രാർത്ഥന ഒരു ഹരമാക്കി മാറ്റിയ, ആരാധന ഒരു സന്തോഷമാക്കി മാറ്റിയ വ്യക്തിത്വം ഇന്ന് രാത്രിയിൽ അവൻ കിടന്ന് അലറുന്നു. സ്തോത്രം. ഇപ്പൊ വായിച്ച ഭാഗം വായിക്കാം. ഹൃദയത്തിലെ ഞെരുക്കം നിമിത്തം ഞാൻ അലർന്നു. ഹൃദയത്തിലെ ഞെരുക്കം, അതായത് സ്തോത്രം, ഒരു കയറ്റത്തിൽ ഒരു ലോറി അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കാളവണ്ടി, അതാണല്ലോ കാളവണ്ടിക്കകത്ത് നിറച്ച് സാധനങ്ങളുമായിട്ട് അത് നേരിടുന്ന സ്ഥലത്തു കൂടെ അല്ലെങ്കിൽ ആ കാളവണ്ടി സാധനം കയറ്റി ഇങ്ങനെ പോകുമ്പോൾ അത് സ്തോത്രം, ആ കാളയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്. സ്തോത്രം. ആ കാളവണ്ടിക്കാരന് ഭയങ്കര സന്തോഷമാണ്. വളരെ സ്മൂത്തായുള്ള യാത്ര. പക്ഷെ കയറ്റം കയറുമ്പോഴോ സ്തോത്രം, ആ കാള
ആ രണ്ട് കാളകൾക്കും വഹിക്കുവാൻ പറ്റാത്ത ഭാരം. സ്തോത്രം. ആ വണ്ടിക്കകത്തുണ്ട്. വണ്ടിക്കാരൻ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു ഉറക്കെ. അവേ സ്തോത്രം. ഈ കാളയെ ഉറക്കെ ഉറക്കെ സഹായിക്കുന്നു, അടിക്കുന്നു, ഉന്തുന്നു, തള്ളുന്നു. അവേ സ്തോത്രം. പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് കാളയോട് പറഞ്ഞ മുമ്പോട്ട് പോ കാളെ, മുമ്പോട്ട് പോയി കാളെ. അത് സ്തോത്രം. ഹല്ലേലൂയ. കാളയ്ക്ക് അതിന് പറ്റുന്നില്ല. കാരണം കാളയ്ക്ക് വഹിക്കുവാൻ പറ്റാത്ത ഭാരം. യേശുവിന്റെ നാമത്തിൽ ഹൃദയത്തോട് ഇടപെടുകയാ, വ്യക്തിയോട് ഇടപെടുകയാ. ഈ ഫേസ്ബുക്കിലൂടെ ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാള വലിക്കുന്നത് പോലെ കുടുംബത്തിന്റെ പ്രാരാബ്ധത്തെ നീ വലിച്ചു വലിച്ചു വലിച്ച് ഹല്ലേലൂയ രാത്രി ഹല്ലേലൂയ ഒന്ന് സ്തോത്ര ഒന്ന് അലറുന്നത് പോലെ ഒരു ഞെരുക്കം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിനക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയാതെ നാളെ കുറിച്ചുള്ള ഭാരം ഒരു ഞെരുക്കമായി, ഒരു അലർച്ചയായി, ഒരു അമറല് പോലെ അമറി ഇരിക്കുന്ന വ്യക്തിത്വമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കാണുക. കൃപ കൃപ കൃപ. എല്ലാവരും പറയുന്നു അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, അവർ നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല ഭക്ഷണം ഭക്ഷിക്കുന്നു, നല്ല നല്ല ഹല്ലേലൂയ മേൽത്തരമായി ജീവിക്കുന്നു പറയുമ്പോഴും ഇന്ന് രാത്രി ദൈവമേ, നീ രാത്രി കിടന്നുകൊണ്ട് ഹല്ലേലൂയ അമറുന്ന അമർച്ച, അലർച്ച, ഹല്ലേലൂയ എന്റെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ശത്രു നിന്നെ ചില പ്രതിസന്ധികൾ, ചില കഷ്ടതകൾ നിന്നെ ഹല്ലേലൂയ രാത്രിയിൽ ഉറക്കത്തെ കെടുത്തിയിട്ട് ഹല്ലേലൂയ അവൻ നന്നായി ഉറങ്ങുവാൻ കഴിയാതെ ചില അവൻ അലർച്ചകള്, ചില അമർച്ചകള്, ഹല്ലേലൂയ ചില അവൻ അലറലുകൾ എന്റെ ജീവിതത്തെ സംഭവിച്ചു കൊണ്ടിരിക്കുക. നാളെ പ്രഭാതമായാൽ എന്റെ വീട്ടിന്റെ അവസ്ഥ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ, കൃപ എന്റെ ഹൃദയത്തിലെ അലർച്ച വരെ അറിയുന്നൊരു ദൈവം. അടുത്ത ഭാഗം വായിച്ചാട്ടെ. കർത്താവേ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചില പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന ദൈവമല്ലേ, ദൈവത്തോട് ദൈവമേ എന്റെ ആഗ്രഹങ്ങളൊക്കെയും നിന്റെ പക്കൽ ഇരിക്കുന്നു. അടുത്ത് എന്റെ ഞരക്കം നിനക്ക്, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. അടുത്ത് എന്റെ നെഞ്ചിരിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. അടുത്ത ഭാഗം. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. സ്തോത്രം സ്തോത്രം. സ്നേഹിതന്മാരും കൂട്ടുകാരും അവർ പറയുന്നു നിന്റെ ഞെരുക്കവും നിന്റെ രോഗവും നിന്റെ പ്രശ്നവും കണ്ടിട്ട് അവർ പറയും ഇതൊരു ബാധയാണ്, ഇതൊരു ഒഴിയാ ബാധയാണ്, ഇതൊരു ബാധ്യതയാണ്. ഈ വിഷയത്തിൽ നിന്റെ സഹോദരങ്ങൾ, നിന്റെ കൂട്ടുകാർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ വരണമെന്ന് ആഗ്രഹമുള്ളവർ അവർ പറയുക ഇതൊരു ഒഴിയാ ബാധയാണ്, ഇതൊരു ഒഴിയാ ബാധയാണ്. അവരൊരു ബാധ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഇടപെടരുത്, അവരുടെ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞ് നിന്റെ സഹോദരങ്ങൾ, നിന്റെ സ്നേഹിതന്മാർ മാറി നിൽക്കുക. ഹല്ലേലൂയ. അവർക്ക് നിന്നെ സഹായിക്കുവാൻ കഴിയും. അവർ ഒരുവൻ വിചാരിച്ചാൽ മതി നിന്റെ കടബാധ്യതകളെ മാറ്റുവാൻ, അവൻ ഒരുവൻ വിചാരിച്ചാൽ മതി നിന്റെ രോഗത്തെ മാറ്റുവാൻ, ആവശ്യമായ കാര്യങ്ങൾ തരുവാൻ, നിനക്കൊരു വീട് വെച്ച് തരുവാൻ, ഒരു വാഹനം വാങ്ങിച്ചു തരുവാൻ നിന്റെ സഹോദരന്മാര്, നിന്റെ സ്നേഹിതന്മാർക്ക് കഴിയും. അവർക്കത് പ്രാപ്തിയുണ്ട്. പക്ഷേ അവർക്കതിന് കഴിയത്തില്ല. അവർ പറയാ ഇവൻ ഒരു ഒഴിയാ ബാധയാണ്. സ്തോത്രം. ഇവളൊരു ഒഴിയാ ബാധയാണ്, അവൾക്ക് ബാധ ബാധിച്ചിരിക്കുന്നു. സ്തോത്രം. 18 സംവത്സരമായി ഒരു ഒഴിയാ ബാധയെ പോലെ അവൾ കൂനിയായി നടക്കുമ്പോഴും സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ചർച്ചക്കാരും കൂടെ ആരാധിക്കുന്നവർ പോലും അവരുടെ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ മുൻപോട്ട് വന്നില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയത്തെ പരിഹരിക്കുവാൻ കഴിവുള്ളവരുണ്ട്.
പക്ഷെ അവരാരും இந்த വിഷയത്തെ പരിഹരിക്കുവാൻ കടന്നു വരികയില്ല. അത് പറയുന്നത് സ്തോത്രം, സാങ്കുറ്റി ബദർ ഒരു ബാധയാണ്. സ്തോത്രം, സ്റ്റെവി ഒരു ഒഴിയാ ബാധയാണ്. ഗിലീഫ് ഒരു ഒഴിയാ ബാധയാണ്. അതുകൊണ്ട് ബാധയെ ശാസിക്കും. ഹല്ലേലൂയ. ബാധയെ ശാസിച്ച് ഭക്ഷിച്ചു വിടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും സ്തോത്രം നമ്മുടെ സുഹൃത്തിന്റെ അടുക്കൽ, ബന്ധുക്കളുടെ അടുക്കൽ ചെന്ന് ഒരു വിഷയത്തെ, ഒരു പ്രശ്നത്തെ പറയുമ്പോൾ അവർ ചെയ്ത പണി അറിയാമോ? അവർ നമ്മൾ ആ വിഷയത്തെ അവതരിപ്പിച്ച് വരുമ്പോൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ നമ്മൾ പറയുമ്പോൾ, നമ്മുടെ വേദനകളെ, ആവലാതികളെ നമ്മൾ പറയുമ്പോൾ, അവർ ചെയ്ത പണി അത് മനസ്സിലാക്കിയിട്ട് അവർ ഒരൊറ്റ ശാസന, ഒരൊറ്റ വത്സല, ഹല്ലേലൂയ, നീ ശക്തമായി ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടാണ്, ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് പറഞ്ഞ് പെട്ടെന്ന് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തടി തപ്പുന്നവരല്ലേ നമ്മുടെ സ്നേഹിതന്മാർ, തടി തപ്പുന്നവരല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ, തടി തപ്പുന്നവരല്ലേ നമ്മുടെ സഹോദരങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. ഇന്ന് രാത്രി കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അവന്റെ അടുക്കൽ നിങ്ങൾ പോകരുത്. കള്ളന്റെ അടുക്കൽ നിങ്ങൾ പോകരുത്. അവൻ ഇങ്ങോട്ട് വന്നാലും പ്രശ്നം, നമ്മൾ അങ്ങോട്ട് പോയാലും പ്രശ്നം. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി മനുഷ്യന്റെ അടുക്കൽ പോയത് മതി. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ദൈവത്തിലെ അത്ഭുതങ്ങൾ നടന്നു. അടുത്ത ഭാഗം കൂടെ വായിച്ചാട്ടെ. എന്റെ ചാർച്ചക്കാരും അകന്ന് നിൽക്കുന്നു. ശ്രദ്ധിക്കണേ, എന്റെ ചാർച്ചക്കാരും എനിക്ക് അകന്ന് നിൽക്കുന്നു. ഓ, സഹായിക്കേണ്ടവർ, ചാർച്ചക്കാർ, അവർ പോലും അകന്ന് നിൽക്കുന്നു. ചില ബന്ധങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നല്ല പണമുണ്ടെന്നിരിക്കട്ടെ, നല്ല വരുമാനമുണ്ടെന്നിരിക്കട്ടെ, സ്തോത്രം. ആ സമയത്ത് ഈ ചർച്ചക്കാരും ബന്ധുക്കളെ അകന്നു നിൽക്കുകയില്ല, അവർ അടുത്തു വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വരുമാനമുണ്ടെങ്കിൽ, സ്തോത്രം, സമ്പത്തുണ്ടെങ്കിൽ അവരെ അതേ നിലവാരത്തിലാണ് ഞാനും നിങ്ങളുമെങ്കിൽ അവർ നമ്മോട് ചങ്ങാത്തം കൂടും. പക്ഷേ അവരെക്കാൾ ഉപരി, സ്തോത്രം, ഞാനും നിങ്ങൾ താണുപോയാൽ അവർ നമ്മോട് ചങ്ങാത്തം കൂടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നമ്മെ ചവിട്ടി തേക്കും, ഇല്ലേ? ഹല്ലേലൂയ. അതിന്റെയും ഇതിന്റെയും പേരിൽ ചവിട്ടി കഴിഞ്ഞ 5 മാസക്കാലം വരെയും ശത്രുവും ചാർച്ചക്കാരും സ്നേഹിതരും ബന്ധുക്കളും അവരും ഇവരും നമ്മെ ചവിട്ടി തേച്ചില്ലയോ? ഈ 6-ാം മാസത്തിൽ ദൈവം പറയുകയാ, ജീവനും സമൃദ്ധമായ ജീവിതവും തരുവാൻ കഴിവുള്ളവൻ. ദൈവം പറയുകയാ, ആമേൻ, ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ദൈവമേ, എന്റെ ആഗ്രഹങ്ങൾ നിന്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. സ്തോത്രം. എന്റെ ആഗ്രഹങ്ങൾ അത് ശുദ്ധമാണ്, അത് നിർമ്മലമാണ്, അത് സത്യസന്ധമായതാണ്. ആമേൻ. അത് ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. അടുത്ത ഭാഗം. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇത് കൊണ്ടൊന്നും ശത്രു അടങ്ങുന്നില്ല. പ്രാണന് ഹാനി വരുത്തുവാൻ തക്കവണ്ണം അവൻ കെടിവെക്കുന്നു. ഇന്ന് രാത്രി എത്രയോ ശത്രുക്കൾ എനിക്ക് നിങ്ങൾക്ക് വിരോധമായി കെണിവെച്ചിട്ടുണ്ട്. അവന്റെ കെണിക്കകത്ത് അകപ്പെട്ടു പോകാതെ അരിമനാഥനായ ദൈവം നമ്മെ സൂക്ഷിച്ചു. കഴിഞ്ഞ 5 മാസക്കാലം വരെയും ഒരു കെണിക്കകത്തും അകപ്പെടാതെ വേണം എന്നെയും നിങ്ങളെ സൂക്ഷിച്ച ദൈവം, ഇസ്രായേലിന്റെ പരിപാലകൻ ഇന്നുമുണ്ട്. ഈ 6-ാം മാസത്തിലും ഒരു കെണിക്കകത്ത് നിന്നെ അകപ്പെടുത്താതെ, ഒരു ശത്രുവിന്റെ കെണിക്കകത്തും അകപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ കഴിവുള്ളവൻ ഈ 6-ാം മാസത്തിലും നിങ്ങളുടെ കൂടെയുണ്ട്. കൃപ, 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 കൃപ. ഒരു കെണിയും നിന്റെ അടുത്ത് വരത്തില്ല. ഒരു ശത്രുവിന്റെ ആയുധവും നിനക്ക് ഫലിക്കത്തില്ല. സകല കെണികളെയും പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ നിന്നെ സ്വതന്ത്രനാക്കുവാൻ 18 വർഷം ശത്രു നിന്റെ മേൽ വെച്ച കെണികളെ സ്വർഗ്ഗത്തിലെ ദൈവം സ്വതന്ത്രമാക്കിയെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി നിന്റെ സകല കെണികളെയും, അവൻ വെച്ച സകല കെണികളെയും, സകല രോഗബാധകളെയും, സകല ദാരിദ്ര്യ മണ്ഡലങ്ങളെയും സ്വർഗ്ഗത്തിലെ ദൈവം പൊട്ടിച്ചു മാറ്റുകയാ.
ഇത് ആരാധിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി ആരാധിച്ചു തുടങ്ങുക. ചില കെണികൾ പൊട്ടുമാറട്ടെ. ശത്രുവിന്റെ ചില കെണികൾ പൊട്ടുമാറട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് വെച്ച കെണികൾ, നിന്റെ തലമുറകൾ വെച്ച കെണികൾ, ഹല്ലേലൂയ, ഇന്നത് താഴെ പൊട്ടുമാറണം. ഓ കൃപ 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 ഊടമലവക്ഷസ്യ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കൃപ കൃപ. അവൻ വെച്ച കെണി ഇന്ന് രാത്രി പൊട്ടിമാറണം. ഇന്ന് രാത്രി നീ ഇവിടെ ആ കെണിയെ പൊട്ടിച്ചിട്ട് വീട്ടിനകത്ത് കയറിച്ചില്ല. സ്തോത്രം. അടുത്ത ഭാഗം. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതെ സംസാരിക്കുന്നു, വേണ്ടാതരം സംസാരിക്കുന്നു. ശ്രദ്ധിക്കണേ. ആമേൻ ഹല്ലേലൂയ. നമുക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾക്ക് അനർത്ഥം അന്വേഷിക്കുന്ന ഒരുപാടുണ്ട്. സ്തോത്രം. അവർ ചോദിക്കും, ആ സാങ്കുട്ടിയെങ്കിലും അവിടെ ഉണ്ട്, പുള്ളിക്കാരനെ കണ്ട്, പുള്ളിക്കാരൻ ജോലിക്ക് പോയോ? നമ്മൾ വിചാരിക്കും സ്തോത്രം, ഓ നല്ലതിന് വേണ്ടിയായിരിക്കും അല്ലേ? സ്തോത്രം. നമ്മളോട് എന്തെല്ലാം സ്നേഹം, എന്തെല്ലാം ആദരവ്, നമ്മൾ എന്ത് കഴിച്ചോ, എവിടെ പോയി ജോലിയുണ്ടോ എന്നൊക്കെ തിരക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്തോത്രം. ഇതുപോലെ നല്ല ഹൃദയമുള്ള ശുദ്ധ മനസാക്ഷിയുള്ള വേറെ ആരും ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാലുപോലെ സംസാരിക്കും, പക്ഷേ അവൻ എനിക്ക് നിങ്ങൾക്കും ചില ആപത്തുകൾ കൊണ്ടുവരുന്നവരാണ്. സ്തോത്രം. നമുക്ക് പാര വയ്ക്കുവാൻ വേണ്ടിയാണ് അവൻ അന്വേഷിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത്, അവൻ ഒന്നുമില്ലെങ്കിൽ ആ സഹോദരൻ, ആ ബ്രദർ, ഒന്നുമില്ലെങ്കിൽ ആ സഹോദരി, ഒന്നുമില്ലെങ്കിൽ ആ കൂടപ്പുറപ്പ്, അല്ലെ ആരുടെയോ ഏതമ്മ പ്രസവിച്ച മകനായാലും അവൻ എന്നോടൊരു ആദരവ് തോന്നിയല്ലോ. സ്തോത്രം. ഓ അവന് നന്നായി നല്ലത് ഭവിക്കട്ടെ, ദൈവമേ അവനെ ദീർഘായുസ് കൊടുക്കണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അവൻ നമ്മൾക്ക് ഹല്ലേലൂയ അനർത്ഥം കൊണ്ടുവരുന്നവനാണ്. സ്തോത്രം. ഇന്ന് രാത്രി ശത്രുവിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റൂ. ആമേൻ. ഹല്ലേലൂയ. ശത്രുവിനെ തിരിച്ചറി. ഹല്ലേലൂയ. ഈ 6ാമത്തെ മാസത്തിൽ 1ാമത്തെ ദിവസം നിന്റെ ശത്രുവിനെ തിരിച്ചറി. നിന്റെ ക്ഷേമം അന്വേഷിച്ച്, നിന്റെ ആരോഗ്യം അന്വേഷിച്ച്, നിന്റെ ഭവനത്തിനകത്ത് കയറി വരുന്ന നീ നന്നായിരിക്കുന്നുവോ, നിനക്ക് നല്ല ജോലിയുണ്ടോ, നീ നല്ല വസ്ത്രമുണ്ടോ, നല്ല ഭക്ഷണമുണ്ടോ, നിന്റെ ജീവിത ചുറ്റുപാടുകൾ നോക്കി വരുന്ന നിരവധി പേരുണ്ട്. ഉടമരത്തിന്റെ ഘടകരഹസ്യ നിന്റെ ക്ഷേമം അന്വേഷിച്ചല്ല വരുന്നത്, നിന്റെ നല്ലത് കണ്ടല്ല വരുന്നത്. നിനക്ക് എങ്ങനെ ഭാരമണിയ, നിനക്ക് എങ്ങനെ നശിപ്പിക്കുക, നിന്നെ എങ്ങനെ തകർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ശത്രുവിന്റെ പദ്ധതികൾ അവർ കയറി വരുന്നത് നിന്റെ അനർത്ഥത്തിന് വേണ്ടിയാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. നിന്റെ വീട്ടിനകത്ത് കയറി വന്ന് നിന്നെ നശിപ്പിക്കുവാൻ തക്കമാണ് ചില കുടുക്കുകൾ, ചില കെണികൾ വെക്കുന്ന അവൻ ശത്രുവിന്റെ കടന്നുകയറ്റങ്ങൾ, അവന്റെ പോക്കു വരവുകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ശാസിച്ചു മാറ്റുന്നു. അവൻ കള്ളനാണ്, അവൻ കള്ളിയാണ്, ഓട്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വരുന്നവൻ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വ്യക്തിത്തെ കാണുമ്പോൾ പറയണം, യോഹന്നാൻ 10:10 അവൻ വരുന്നത് കള്ളനാണ്, അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വേണ്ടിയാ. നിങ്ങളുടെ നാശം കാണുവാൻ, നമ്മുടെ അനർത്ഥം കാണുവാൻ ക്ഷേമം അന്വേഷിച്ചു വരുന്നവർ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. കഴിഞ്ഞ 5 മാസവും നമുക്ക് അവരെ തിരിച്ചറിയുവാനുള്ള കണ്ണ് നഷ്ടപ്പെട്ടു പോയി. ആമേൻ. കണ്ണിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് രാത്രി ആ കണ്ണിന്റെ പ്രകാശത്തെ നീ വീണ്ടെടുക്കണം. കണ്ണിന് ശോഭയുണ്ടാകണം. നഷ്ടപ്പെട്ടു പോയ ദർശനം, നഷ്ടപ്പെട്ടു പോയ സ്വപ്നം നീ വീണ്ടെടുക്കണം. ആരാധിച്ചുടലെടുക്കണം. കൃപയും കൃപാവരങ്ങളും നിങ്ങൾ നേടിയെടുക്കണം. കൃപയും കൃപാവരങ്ങളും നേടിയെടുത്താൽ അനർത്ഥം അന്വേഷിച്ചു വരുന്നവർ നിന്റെ അടുക്കലേക്ക് വരത്തില്ല. സ്തോത്രം. കൃപ നഷ്ടപ്പെട്ടാൽ ഹല്ലേലൂയ എല്ലാവരും കയറി ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും. അടുത്ത ഭാഗം കൂടെ വായിച്ചാണ് വേഗത്തിൽ. അവർ ഇടവിടാതെ സ്തോത്രം.
എന്ത് ചിന്തിക്കുന്നു? ചതിവ്. ചതിവ്. ചിന്തിക്കുന്നു. സ്തോത്രം. ആമേൻ. ശത്രുവിന്റെ ചിന്ത, ചതിവ് പ്രയോഗങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെ എങ്ങനെ വകവരുത്താം, എന്നെയും നിങ്ങളെ എങ്ങനെ ചതിക്കാം? സ്തോത്രം. സ്തോത്രം. ഞാനും നിങ്ങളും കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാതിരിക്കുമ്പോൾ അവൻ കോടികളുടെ ഓഫറുമായി വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നടന്നു പോകുമ്പോൾ അവൻ വാഹനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരും, വാഹനത്തിന് ഓഫർ തരും. ഉടുതുണിക്ക് മറുതുണിയാതിരിക്കുമ്പോൾ അവൻ നല്ല വസ്ത്രങ്ങളെ കുറിച്ച് പറയും. സ്തോത്രം. അവൻ ആരാ? നിങ്ങളൊന്നും മിണ്ടില്ല. അവൻ ആരാ? ചതിയൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇങ്ങനെയുള്ള ചതിയന്മാരെയും നമ്മൾ തിരിച്ചറിയണം. ആമേൻ. എങ്ങനെ? കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ലാതിരിക്കുമ്പോൾ ഭയങ്കര പ്ലാനുകൾ, ഭയങ്കര പദ്ധതികൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലൊരു ബാത്റൂം പണിയാൻ നമുക്ക് ആഗ്രഹിച്ചു. സ്തോത്രം. എന്ത് പണിയാൻ? ബാത്റൂം പണിയാൻ ആഗ്രഹിച്ചു. സ്തോത്രം. നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ട് ഒരു 100 താവൂക്ക് കല്ലിറക്കി, അല്ലേ? സ്തോത്രം. ഒരു ആസ്പെറ്റോസ് ഒക്കെ എടുത്ത് വെച്ച് ഒരു ചെറിയ രീതിയിൽ ഒരു ബാത്റൂം പണിയാൻ ആഗ്രഹിച്ചു. സ്തോത്രം. 10 പേര് വന്ന് 10 അഭിപ്രായം പറഞ്ഞു. സ്തോത്രം. ഒരാൾ പറഞ്ഞു, സ്തോത്രം, പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, നിങ്ങളുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്. അതുകൊണ്ട് ഇത്രയും പേര് ഒരുമിച്ചൊക്കെ, സ്തോത്രം, പെട്ടെന്ന് ബാത്റൂമിൽ പോലും പോകാൻ ഒരു ചിന്ത വന്നാൽ അതുകൊണ്ട് അല്പം കൂടി സ്പേസ് ഇട്ട് 4 or 5 ക്ലോസറ്റ് കൂടെ വെക്കാൻ രീതിയിൽ ആ പരുവത്തിൽ എന്ത് ചെയ്യണം? ഇത് പണിയണം. പ്രൈസ് ദി ലോർഡ്. പിന്നെ കുളിക്കണ്ടേ? പ്രായപൂർത്തി പെമ്പിളരൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് ചെയ്യണം. നല്ല അടച്ചുറപ്പുണ്ടാവണം. അതുണ്ടായതാണ് ഐഡിയ. പറഞ്ഞ് അവസാനം ഈ പണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയാണ്. ആ തെളിഞ്ഞ ബുദ്ധി ഈ 2024 6 മാസം നിങ്ങൾ ഉപയോഗിക്കണം. ഇവരുടെയും കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത്. ദൈവഹിതം അന്വേഷിക്കണം. ദൈവം എന്ത് പറയുന്നു അത് നിങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. 10 പേർ കൂടി നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനം നമ്മൾ തന്നെ പറയും, ഇങ്ങനൊരു ബാത്റൂം എനിക്ക് വേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ആലയം പണിയാൻ നേരത്ത് ആദ്യം അളവെടുക്കാൻ പറഞ്ഞത്, ഫസ്റ്റ് ഇത്രയും സാധനം വാങ്ങിക്കും, വെറും 22,000 രൂപയാവും. സ്തോത്രം. 22,000 എന്ന് കേട്ടപ്പോൾ ഞാൻ ഒരു 30,000 എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. അപ്പോൾ നല്ല രീതിയിൽ പണിയാൻ ചിന്തിച്ചു. സ്തോത്രം. സാധനങ്ങൾ വാങ്ങിച്ച് പണി തുടങ്ങി. ഫസ്റ്റ് ദിവസം തന്നെ ഈ സാധനങ്ങളെല്ലാം കാൽഭാഗം എത്തി വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് പണിയാതിരിക്കാനും പറ്റില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആലയം പണിയാണ്. സ്തോത്രം. അതെല്ലാവരും അറേഞ്ച് ചെയ്ത് പ്രാർത്ഥിച്ചു. പകുതി എത്തിയപ്പോൾ, കാൽഭാഗം എത്തിയപ്പോൾ പിന്നെ കയ്യിൽ കാശും ഇല്ല. സ്തോത്രം. ഞാൻ ചിന്തിച്ചത് 22,000 രൂപ. അവർ പറഞ്ഞെങ്കിൽ 30,000 കൊണ്ട് തീരും. എത്ര? 30. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവസാനം അവിടെ നിന്നും ഇവിടെ നിന്നും, സ്തോത്രം, 100 രൂപ വരെ വാങ്ങിക്കേണ്ടി വന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പേർ ഐഡിയ പറഞ്ഞു തരും. പക്ഷേ നമുക്കൊരു വീഴ്ച പറ്റിയാൽ കൈത്താങ്ങുവാൻ ആളില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വളരെ ബുദ്ധിയോടുകൂടെ ഈ 6 മാസം നമുക്ക് ഉപയോഗിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തോട് വേഗത്ത് വായിച്ചാട്ടെ. സ്തോത്രം. ഈ ഭാഗം തീരുന്ന പോലില്ല. പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതിരുന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ചെകിടനെ പോലെ കേൾക്കാതെ ഇരിക്കണം. ആമേൻ. എന്തിനു പറഞ്ഞാലും നമ്മൾ ചെകിടൻ. പ്രൈസ് ദി ലോർഡ്. എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? അവരെന്തോ പറയട്ടെ, മൗനമായിരിക്കുക. സ്തോത്രം. അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കണം. പക്ഷെ നമ്മുടേതായ ഒരു തീരുമാനം നമുക്കുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ.
അവർ പറയുന്നതനുസരിച്ച് നമ്മൾ തുള്ളി കളിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, കഷ്ടതകൾ കടന്നു വരും, അനർത്ഥങ്ങൾ കടന്നു വരും. അവർ ചതിയന്മാരാണ്. സ്തോത്രം. അവർ ചതിയന്മാരാണ്. ഈ ചതിക്കകത്ത് വീണാൽ പിന്നെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അടുത്ത ഭാഗം വായിച്ചു നിർത്താം. വായ് തുറക്കാതെ ഞാൻ ഊമനെ പോലെ ഇരുന്നു, ചെകടനായിരുന്നു, ഊമനെ പോലെ ആയിരുന്നു. അടുത്ത് ഞാൻ കേൾക്കാതെ കേൾക്കാത്ത മനുഷ്യനെ പോലെ ആയിരുന്നു. അടുത്ത് അടുത്ത് യഹോവേ ആമേൻ, പ്രൈസ് ദി ലോർഡ്. യഹോവേ ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു. അടുത്ത് എന്റെ ദൈവമായ കർത്താവേ നീ ഉത്തരമരുളും. ഇന്ന് രാത്രി അവസാനത്തെ ഒരു പ്രാർത്ഥന. യഹോവേ ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, നീ എനിക്ക് ഉത്തരമരുളും. എല്ലാ കണ്ണും പറഞ്ഞാട്ടെ. കഴിഞ്ഞ 5 മാസങ്ങൾ നമ്മെ വിട്ട് കടന്നുപോയി. 6ാമത്തെ മാസത്തിൽ കർത്താവേ ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. എങ്കിലും ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുളും, നീ എനിക്ക് ഉത്തരമരുളും. ആമേ. മനുഷ്യർ, കൂട്ടുകാർ, സ്നേഹിതർ, ബന്ധുക്കൾ, ചർച്ചക്കാർ എല്ലാവരും അനർത്ഥത്തിന് വേണ്ടി, നിങ്ങളുടെ നാശത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ദൈവമേ ഞാൻ അങ്ങിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരുളണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നീ രാത്രി പറ, ദൈവമേ എന്നെ തന്നെ താഴ്ത്തുന്നു. ഈ 2024 6ാമത്തെ മാസം ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ, എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ഞെരുക്കങ്ങളും അങ്ങയുടെ മുമ്പിലിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും എന്നെ വിട്ട് മാറണം. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. കടന്നു തൂകുമ്പോൾ മനസ്സരിക്കുന്ന സർവശക്തനായ ദൈവമേ, കർത്താവേ തൻ്റെ കുഞ്ഞുങ്ങളെ ഏവരെയും അപ്പനാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, തൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം നൽകണമേ. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അങ്ങനെയെങ്കിൽ ധാരാളിത്വമുള്ളവനായി മാറുവാൻ, സമ്പന്നനായി മാറുവാൻ തൻ്റെ മക്കളെ കടാക്ഷിക്കണമേ. കർത്താവേ, ഈ 6ാമത്തെ മാസം പ്രവേശിച്ചിരിക്കുന്നവർ അപ്പനെ കരം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇതൊരു കാലവർഷം ആരംഭിച്ചിരിക്കുന്നുവെന്ന് വാർത്തകൾ കേൾക്കുന്നു. കർത്താവേ, ആർക്കും അടക്കുവാൻ പറ്റാത്ത, ഒതുക്കുവാൻ പറ്റാത്ത മഴ, വെള്ളപ്പൊക്കം. ഹല്ലേലൂയ. ചിലർ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ട് വന്ന്. ഹല്ലേലൂയ. വല്ലാത്ത ആശങ്കകൾ, ഭീതികളുണ്ട്. എൻ്റെ ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഇവിടെ തള്ളിയത്. കർത്താവേ, നിരവധി ഭവനങ്ങളിൽ ഹല്ലേലൂയ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് കടകൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഒരുപാട് ഓട്ടകൾ ഹല്ലേലൂയ സ്തോത്രം ഒതുക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളിൽ ആൾക്കാരില്ല. ഹോട്ടലുകളിൽ ഭക്ഷണം ഭക്ഷിക്കുവാൻ ആളില്ല. എല്ലായിടത്തും പ്രശ്നങ്ങൾ, എല്ലായിടത്തും പ്രശ്നങ്ങൾ. വീട്ടകത്ത് ഇരുന്നിരുന്നിരുന്നിരുന്ന് വശം കെട്ടിരിക്കുന്നു. പുറത്തിറങ്ങാൻ നിവർത്തിയില്ല. രോഗികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആരോഗ്യമുള്ളവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മെനക്കേട്. കർത്താവേ, ഈ മെനക്കേട് എൻ്റെ ജീവിതത്തിൽ വന്നല്ലോ എന്ന് ഓർത്ത് ഇരിക്കുന്നു. ഞാൻ വല്ലാത്ത ഭാരത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവെ, അവർക്കെല്ലാം ഒരു പോം വഴിയായി ദൈവം പ്രവർത്തിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് സകല കുറവുകളെയും എൻ്റെ കർത്താവ് പരിഹരിക്കണം. ഈ രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന വിശുദ്ധ സഭ ആരാധന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, നാളത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു വലിയൊരു സന്തോഷത്തിനിടയാകാൻ സഹായിച്ചാട്ടെ. ഇന്ന് കർത്താവ് ആലയത്തിൽ വന്ന ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും കൂട്ടുകാരിൽ പരമായി അവരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തിരുകരം ഏൽപ്പിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി, ജീവനും സമൃദ്ധമായ ജീവിതവും തന്റെ മക്കൾ കൊടുക്കേണ്ടത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുകരം ഏൽപ്പിക്കുന്നു. സന്തോഷത്തോടെ, സമാധാനത്തോടെ തന്റെ മക്കൾ ഭവനങ്ങളിൽ പോകാൻ സഹായിക്കണം.
ഇതുവരെ കാണാത്തൊരു സന്തോഷം എന്നെ ദൈവം നൽകിയതിനായി സ്തോത്രം തിരികെ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. ആശീർവാദം കർത്താവായ യേശുവിന്റെ പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മുടെ ഭൂമിയിലുള്ള സർവ്വസിനോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ജമാതിലേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം.